ഹായ് ഓൾ. ഇന്ന് SSLCയുടെ ഒരു റാപ്പിഡ് റിവിഷൻ ആണ്. ട്രിഗണോമെട്രി ആണ് ചാപ്റ്റർ. ആദ്യം നമുക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ ട്രിഗണോമെട്രി എന്തുമായിട്ട് ബേസ് ചെയ്തിരിക്കുന്നു? റൈറ്റ് ട്രയാങ്കിൾസുമായിട്ടാണ് ട്രിഗണോമെട്രി ബേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ട്രയാങ്കിൾസിന് ഒരു ബേസ് കാണും, ഒരു ഓൾട്ടിറ്റ്യൂഡ് കാണും, ഒരു ഹൈപ്പട്ന്യൂസ് കാണും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അല്ലേ? പിന്നെ ആദ്യത്തെ ഫിഗറിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, തീറ്റ. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡ് എന്താണ്? ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. ഇത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ന്യൂസ് ആണ്. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും അതുപോലെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ കണ്ടുപിടിക്കാം. കൊസീക്ക്, സീക്ക്, കോട്ട്, അങ്ങനെ കുറേ ഉണ്ട്. സൈൻ തീറ്റ ആണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. അതായത് ഈ തീറ്റ ആംഗിൾ തന്നേക്കുന്ന ആംഗിൾ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്, അതായിരിക്കും സൈൻ തീറ്റ. കോസ് തീറ്റ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. ഈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് കേട്ടോ. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അല്ലെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്താലും ടാൻ തീറ്റ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഉണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് റൈറ്റ് ട്രയാങ്കിൾസാണ് പഠിക്കാനുള്ളത്. ഒന്ന് 30, 60, 90 ട്രയാങ്കിളും ഒന്ന് 45, 45, 90 ട്രയാങ്കിളും. ആദ്യത്തെ ട്രയാങ്കിൾ നോക്കാം. 30, 60, 90 ട്രയാങ്കിൾ. ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ, അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈസ് ടു 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈസ് ടു 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അതാണ് ഈ റേഷ്യോ എഴുതിയേക്കുന്നത്. 1:3:2. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √3 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി 30യുടെ ഓപ്പോസിറ്റ് 2 ആണെന്ന് വെച്ചോ. ഈ 1ന് വരെ നമുക്ക് എന്താ? 2 ആണ് തന്നിരിക്കുന്നത്. ഈ വാല്യൂസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 30യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2√3. 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 4. മനസ്സിലായോ? ഇനി അവർ തരുക 60യുടെ ഓപ്പോസിറ്റ് ഒരു 3√3 ആണ്. 60യുടെ ഓപ്പോസിറ്റ് എന്താണ്? ഒരു 3√3 ആണ്. 3√3 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ √3 ഡിവൈഡ് ചെയ്താൽ പോരെ. ഇവിടെ 2√3 ആയപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 2 അല്ലേ? ഇവിടെ √3 ആയിരുന്നപ്പം 30യുടെ ഓപ്പോസിറ്റ് 1 അല്ലേ? സോ 3√3 ആകുമ്പം 30യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് ഈ 3യുടെ ഇരട്ടി 6 ആയിരിക്കും. അങ്ങനെ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ വെച്ചിട്ടും സൈഡിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതുപോലെ അടുത്ത ട്രയാങ്കിൾ ആണ് 45, 45, 90 ഡിഗ്രി. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇനി 45ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ 45ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്, 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3√2 ആയിരിക്കും. ഇനി 4√2 ആണെങ്കിൽ ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി ഇവിടെ ഒരു 2 തരുവാണ്. 90യുടെ ഓപ്പോസിറ്റ് എന്താണ്? 2 ആണ്. 90യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 45ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ 4√2 ബൈ √2 ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ 4 കിട്ടുന്നത്. സോ 2/√2 എന്ന് കിട്ടും. രണ്ട് സൈഡും എന്തായിരിക്കും? 2/√2. ഇന്ത്യൻ കോസിൻ്റെ ഒക്കെ വാല്യൂസും കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ നോക്കാം. 30, 60, 90 ട്രയാങ്കിൾ ആണ്. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്താ? 1:3:2. എനിക്ക് സൈൻ 30 വേണം. സൈൻ 30 ഡിഗ്രി. സൈൻ്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് എന്താണ്? 1 ആണ്. 60യുടെ ഓപ്പോസിറ്റ് √3 ആൻഡ് 90യുടെ ഓപ്പോസിറ്റ് 2. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. 30യുടെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? 1 ആണ്. ബൈ ഹൈപ്പട്ന്യൂസിൽ എന്താ ഉള്ളത്? 2. സോ സൈൻ 30യുടെ വാല്യൂ എന്താ? 1/2. ഇനി കോസ് 60 നോക്കാം. കോസ് 60 എന്താ? കോസിൻ്റെ വാല്യൂ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. 60യുടെ അഡ്ജസൻറ്റ് സൈഡ് എന്താ? 1 ബൈ ഹൈപ്പട്ന്യൂസ് എന്താ? ഇവിടെ 2. കോസ് 60യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 1/2 ആണ്. ഇനി ടാൻ 30. ടാനിൻ്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്?
1 ആണ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ √3. സോ tan 30യുടെ വാല്യൂ എന്താ 1/√3. നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കിയാലും എഴുതാൻ പറ്റും. ഇനി ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിൾ 45 45 90 1:1:√2. 45ൻ്റെ ഓപ്പോസിറ്റ് എന്താണ് 1 ആണ്. 90യുടെ ഓപ്പോസിറ്റ് √2 ആണ്. എന്താണ് സൈൻ 45 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്. 45ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്. ഹൈപ്പർന്യൂസ് √2 ആണ്. tan 45 എന്താ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ 1/1 എന്ത് കിട്ടും 1 തന്നെ കിട്ടും. ഇതുപോലെ നമുക്ക് ഈ സൈഡ്സിൻ്റെ റേഷ്യോ വെച്ച് എന്ത് ചെയ്യാം സൈനും കോസും ടാനും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിൽ അറിഞ്ഞു വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും. ആംഗിൾ ഓഫ് എലിവേഷൻ അതായത് മേൽക്കോണും ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോണും. ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും എന്താണ് ആംഗിൾ ബിറ്റ്വീൻ horizontal line and the line of sight. Angle between horizontal line and the line of sight. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദി ലൈൻ ഓഫ് സൈറ്റ്. നിങ്ങൾക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും. എവിടെ തീറ്റ കൊടുക്കണം, എവിടെയാണ് ഈ ആംഗിൾ കൊടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ കാണും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞേക്കുന്നത്, ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദി ലൈൻ ഓഫ് സൈറ്റ്. ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തിരുന്ന അസേർഷൻ എന്താ എ ലാഡർ ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ സ്റ്റാൻഡ്സ് at a horizontal distance of 6 meters from the wall. If the height of the wall up to which the ladder reaches is 8 meters, then the length of the ladder is 10 meters. ഒരു ഏണി ചാരി വെച്ചേക്കുവാണ്. ഇതാണ് എൻ്റെ ഭിത്തി, ഇതാണ് എൻ്റെ വാള്. ഈ വാളിലോട്ട് എന്ത് ചെയ്യുക ഒരു ഏണി ചാരി വെച്ചേക്കുന്നു. ഏണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ലാഡറിൻ്റെ ലെങ്ത് എത്ര 10 മീറ്റർ. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്താണെന്ന് തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ്. അതുപോലെ ഈ ഹൈറ്റ്, ഈ വോളിലുള്ള ഈ ഒരു ഹൈറ്റ് എന്താണ് 8 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നോക്കാം. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം, സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കാം. എന്താ പൈതഗോറസ് തിയറം? ഹൈപ്പർന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പർന്യൂസ് എന്താ 10 അല്ലേ. നമുക്ക് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഒന്ന് ചെയ്തു നോക്കാം. ബേസിൻ്റെ സ്ക്വയർ അതായത് 6ൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 8ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ എന്താണ് 36 ആണ്. 8ൻ്റെ സ്ക്വയർ 64 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 100 കിട്ടും. 10ൻ്റെ സ്ക്വയർ അല്ലേ 100. സോ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ നമുക്ക് കിട്ടിയില്ലേ. അതിന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ട്രൂ ആണ്. ഇനി അതിൻ്റെ റീസൺ, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ നമുക്ക് നോക്കാം. The ladder makes an angle of 60 degree with the ground. ലാഡർ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടുമായിട്ട് ഒരു 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. കണ്ട് ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. tan 60 എടുത്തു നോക്കാം. tan 60 sin 60യോ എന്ത് വേണമെങ്കിലും sin 60യോ cos 60യോ tan 60 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. tan 60 എന്താ tan 60യുടെ വാല്യൂ √3 ആണ്. നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് tan 60 എന്താ കിട്ടുന്നത് അത് 60 ആണെങ്കിലാണേ tan 60 എന്ത് കിട്ടും ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ. സോ 8/6. 8/6 എന്താ 4/3 എന്നാ കിട്ടുന്നേ. 4/3യുടെ വാല്യൂ എന്താ 1.33. 4.3യുടെ വാല്യൂ 1.33 എന്ന് പോകും. അതായത് നമുക്ക് കിട്ടിയേക്കുന്ന എന്താ ഈ ഒരു ഈ തീറ്റ tan തീറ്റ 8/6 4/3 അതായത് 1.33 എന്ന് കിട്ടും. ഇത് 60 ആണെന്ന് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ഇത് 60 ആണെങ്കിൽ നമുക്ക് ആ tan തീറ്റ എന്താ കിട്ടേണ്ടേ √3 അല്ലേ കിട്ടേണ്ടേ. √3യുടെ വാല്യൂ എന്താ 1.732 അല്ലേ, ഡിഫറെൻ്റ് അല്ലേ. ഇത് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എന്തല്ല
60 അല്ല. ഈ ആംഗിൾ എന്താവത്തില്ല, 60 ആവത്തില്ല. ഇത് 60 ആവുമായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ആംഗിളിൻ്റെ ടാൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയേനെ, √3 കിട്ടിയേനെ. നമുക്ക് √3 കിട്ടിയില്ലല്ലോ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല, കറക്റ്റ് അല്ല. സോ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി സൺ വെൻ ദി ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ പോൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൈറ്റ് ഈസ് 45 ഡിഗ്രി. ഒരു പോള്, അതിൻ്റെ ഷാഡോ, അതിൻ്റെ ഷാഡോ ഞാൻ ഇങ്ങനെ വരയ്ക്കുക. ഒരു പോള്, ഇതാണ് പോള്, ഇത് അതിൻ്റെ ഷാഡോ. അവർ പറഞ്ഞേക്കുന്നത് ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ പോൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റിൻ്റെ ലെങ്ത്തും ഷാഡോയുടെ ലെങ്ത്തും എന്താണ്, സെയിം ആണ്. ഞാൻ രണ്ടും എന്ത് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. അതിൻ്റെ ഹൈറ്റും ഈ ഷാഡോയുടെ ലെങ്ത്തും, ഈ പോളിൻ്റെ ഹൈറ്റും ഷാഡോയുടെ ലെങ്ത്തും ഈക്വൽ ആവുന്ന ടൈമിൽ ഇതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും എന്ന് അവർ പറഞ്ഞേക്കുന്നത്. ആണോ? ഇവിടെ നമുക്ക് എന്തൊരു ട്രയാങ്കിളാണ് കിട്ടിയേ, ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ കിട്ടിയ. ഈ രണ്ട് സൈഡ്സും എന്താണ്, ഈക്വൽ ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിളും ആണ് അല്ലേ. അങ്ങനെ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ആംഗിൾസ് എന്തായിരിക്കും, 45 ആയിരിക്കത്തില്ലേ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ആണ്. ഒരു ഐസോസിലസ് ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസ് ഈക്വൽ ആവുമല്ലോ. അത് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, 90/2 ആയിരിക്കും. 90/2 എത്ര, 45 ഡിഗ്രി. അത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണ്. കാരണം ഇത് 45 ഡിഗ്രി ആണെങ്കിലേ എന്ത് കിട്ടത്തുള്ളൂ, പോളിൻ്റെ ഹൈറ്റും ഷാഡോയുടെ ലെങ്ത്തും ഈക്വൽ ആവത്തുള്ളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി, ട്രൂ ആയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത്, tan 45 ഡിഗ്രി ഈക്വൽ ടു 1. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. tan 45 എന്താണ്, 1 ആണ്. tan 45 1 ആവുന്ന എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഈക്വൽ ആവുന്നുണ്ട്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ട്രെയിറ്റ് ഹൈവേ ലീഡ്സ് ടു ദി ഫൂട്ട് ഓഫ് എ ടവർ. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ടോപ്പ് ഓഫ് ദി 75-meter high tower observes two cars at angles of depression of 30 degree and 60 degree approaching the foot of the tower. If one car is exactly behind the other, find the distance between the two cars. ഒരു ടവർ, ഈ ടവറിൻ്റെ മുകളിൽ ഒരാൾ നിന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ താഴെ കാണുന്ന, ഈ ടവറിൻ്റെ താഴെ കാണുന്ന എന്താണ്, ഒരു ഹൈവേ ആണ്. ഈ ടവറിൻ്റെ അടുത്തേക്ക്, അതായത് ഈ ടവറിൻ്റെ ഫൂട്ടിലേക്ക്, ഈ ടവറിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കാറ് വരുന്നുണ്ട്. ഒരു കാർ ഞാൻ C1 എന്നും ഒരു കാർ ഞാൻ C2 എന്നും കൊടുത്ത്. ഇനി ഈ ടവറിൻ്റെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് അല്ലേ. ഈ ടവറിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആള് ഈ കാറിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, രണ്ട് കാറിനെയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം അതിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് 30 ഡിഗ്രി എന്നും 60 ഡിഗ്രി എന്നും പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ മുകളിൽ ആളുടെ ഹൈറ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകം ആളെ വരച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് വരച്ച് കാണിക്കണം. അത് ഇവിടെ ഒരാളുണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി, സെപ്പറേറ്റ് വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ടവറിന് ഞാൻ TR എന്ന് കൊടുത്തു. AB എന്ത്, ABയോ CD എന്തോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നോക്കേ, ഇവിടെ ഇരിക്കുന്ന ആളുടെ നമുക്കിവിടെ എന്ത് വരയ്ക്കണം, ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കണം അല്ലേ. ഇവിടെ അല്ലേ, ഈ ടവറിൻ്റെ മുകളിലല്ലേ ആളിരിക്കുന്നേ. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കും, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. അയാൾ നേരെ നോക്കിയാൽ കാണുന്ന എന്താണ്, ഇതല്ലേ ഹൊറിസോണ്ടൽ ലൈൻ. ഇനിയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ രണ്ട് ലൈൻ ജോയിൻ ചെയ്ത് വരച്ചു, കണ്ടോ. ഇനി അയാൾ C2 രണ്ടാമത്തെ കാറിലോട്ട് നോക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് 30 ഡിഗ്രി. ആദ്യത്തെ കാറിലോട്ട് നോക്കുന്നത് 60 ഡിഗ്രി. ഈ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്. എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിൾ. കണ്ടോ, ഈ ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇവിടെ ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആംഗിൾ കൊടുത്തേക്കുന്നത്. ഇനി നോക്കേ,
ഇത് 30 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 30 ആയിരിക്കും. എന്താ? ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസ് ആണ്. സോ നമുക്ക് ഈ ഒരു ലൈൻ കട്ട് ചെയ്തേക്കുമല്ലേ? ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഈ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പം ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ 30 ആയതുകൊണ്ട് ഇവിടെയും 30. ഇനി ഇത് 60 ആയതുകൊണ്ട് ഇതും 60. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻസിൻ്റെ കേസിൽ ആംഗിൾ എഴുതുന്നത്. നമ്മൾ ആദ്യമേ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 30 കൊടുത്തു, ഇവിടെ 60 കൊടുത്തു. ഇനി നമുക്ക് എന്തറിയാം? ടവറിൻ്റെ ഹൈറ്റ് അറിയാം അല്ലേ? 75 മീറ്റർ ആണ് ടവറിൻ്റെ ഹൈറ്റ്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാമല്ലോ. ആദ്യത്തെ ട്രയാങ്കിൾ ഏതാ? TRC2. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? tan 30 എടുക്കുന്നു. tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? TR ആണ്. അഡ്ജസൻറ്റ് സൈഡ് C2T ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. കാരണം ഞാൻ C1 C2 എന്ന് കൊടുത്തതേ ഉള്ളൂ. ഇഷ്ടമുള്ള ആൽഫബറ്റ്സ് കൊടുക്കാം. tan 30യുടെ വാല്യൂ എന്താ? 1/√3 ഈക്വൽ ടു TRൻ്റെ ലെങ്ത് നമുക്കറിയാം 75 ബൈ C2T. കാരണം C2T ഈക്വൽ ടു, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എന്താ? 75√3. അത് കിട്ടിയല്ലോ നമുക്ക്. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഞാൻ tan 60 എടുക്കാൻ പോവാം. tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണല്ലോ. സോ TR ബൈ C1T. tan 60യുടെ വാല്യൂ എന്താണ്? √3 ആണ്. TRൻ്റെ വാല്യൂ എന്താണ്? 75 ആണ് ബൈ C1T. അതെ, C1T ഈക്വൽ ടു 75 ബൈ √3 എന്ന് കിട്ടൂലേ നമുക്ക്? ഇവിടെ √3 ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു √3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതെ, 75√3 ബൈ √3 ഇൻറ്റു √3, അതായത് 3 എന്ന് കിട്ടും. C1T എന്താണ്? 75√3 ബൈ 3 ആണ്. C2T എന്താണ്? 75√3 ആണ്. നമുക്ക് എന്ത് ഡിസ്റ്റൻസാണ് വേണ്ടത്? ഈ രണ്ട് കാറ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ പോരെ? അതായത് C2Tയിൽ നിന്ന് C1T മൈനസ് ചെയ്താൽ പോരെ? സോ C2T മൈനസ് C1T ഈക്വൽ ടു, C2Tയുടെ വാല്യൂ എന്താ? 75√3 മൈനസ് 75√3 ബൈ 3. 75√3 ബൈ 3 എന്താ? 75 ബൈ 3 എന്താ? 25. സോ 25√3 എന്ന് വരും. 75√3 25√3 മൈനസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 50√3. ഇനി എന്ത് ചെയ്യണം? √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. 50 ഇൻറ്റു 1.73 എന്താ വരുന്നത്? 86.5. 86.5 മീറ്റർ എന്ന് വരും. ഈ കാറുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താ? 86.5 മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ടോപ്പ് ഓഫ് എ 60 meter ഹൈ ബിൽഡിംഗ്, ദി ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ ടവർ ആർ 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഇവിടെ എന്താണ്? ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ടവർ ഉണ്ട്. ഇതാണ് ബിൽഡിങ്, ഇത് ടവർ. ബിൽഡിങ്ങിനെ ഞാൻ AB എന്ന് കൊടുത്തു, ടവറിനെ CD എന്ന് കൊടുത്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? 60 meter ഹൈ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്താണ്? 60 meter ആണ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഈ ടവറിന്റെ ടോപ്പും ബോട്ടവും എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുവാണ്. അതായത് ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നല്ലേ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരയ്ക്കുവാണ്. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇനി എന്താ പറയുന്നത്? ഈ ടവറിന്റെ ടോപ്പിലോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര? ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി ടവർ ആർ 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അതിന്റെ ടോപ്പിലോട്ട് നോക്കുന്നത് 45 ഡിഗ്രിയും ബോട്ടത്തിലോട്ട് നോക്കുന്നത് എന്താ? ഇത് 60 ഡിഗ്രിയുമാണ്. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ABCD. ഇത് ഞാൻ E എന്ന് കൊടുക്കുന്നു. ഓക്കെ. അതായത് നമുക്ക് രണ്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ നമ്മൾ നോട്ട് ചെയ്തു. ഇത് 45 ആണെങ്കിൽ
ഇവിടെ എന്തായിരിക്കും 45 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 60 ആയിരിക്കും. ഇനി AEDC എന്ന് പറയുന്നത് എന്താ? ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ. ഇതെന്താ? ഇത് നമ്മുടെ ടവറിന്റെ ഹൈറ്റ് ഞാൻ x മീറ്റർ എന്ന് കൊടുക്കുവാണ്. നമുക്കറിയത്തില്ലല്ലോ ടവറിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഞാൻ എന്ത് കൊടുത്തു? x മീറ്റർ എന്ന് കൊടുത്തു. ഈ AE എന്തായിരിക്കും? x ആയിരിക്കില്ലേ? x മീറ്റർ ആയിരിക്കത്തില്ലേ? കാരണം ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ. സോ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഈക്വൽ ആണ്. ഈ ഹൈറ്റ് മൊത്തം 60 ആണ്. AE ഞാൻ എന്ത് കൊടുത്തു? x എന്ന് കൊടുത്തു. സോ BE എന്തായിരിക്കും? 60 മൈനസ് x മീറ്റർ ആയിരിക്കത്തില്ലേ? ഇനി നമുക്ക് tan 45ഉം tan 60 എടുക്കാം. tan 45 എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്താ ഉള്ളത്? BE ബൈ DE. tan 45ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഈക്വൽ ടു BE നമ്മൾ എന്തെന്ന് എഴുതി? 60 മൈനസ് x എന്ന് എഴുതി ബൈ DE. സോ DE ഈക്വൽ ടു 60 മൈനസ് x എന്ന് കിട്ടി. നമ്മൾ ജസ്റ്റ് ക്രോസ് ചെയ്തതാണ്. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എന്താ? tan 60 എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? AB ബൈ AC. tan 60യുടെ വാല്യൂ എന്താ? √3 ആണ്. ABയുടെ വാല്യൂ എന്താണ്? 60 ആണ്. ACയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. സോ AC ഈക്വൽ ടു 60 ബൈ √3 എന്ന് വരും. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ √3 വന്നുകൊണ്ട് മുകളിലും താഴെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 60 √3 ബൈ 3 എന്ന് വരും. അതെന്താ? 20 √3. ഇനി നോക്കേ, ACയും DEയും ഈക്വൽ അല്ലേ? ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണ് കേട്ടോ. സെക്കൻഡ് ഇക്വേഷൻ. ACയും DEയും ഈക്വൽ അല്ലേ? കാരണം ഇതെന്താണ്? റെക്റ്റാങ്കിൾ ആണ്. AC ഈക്വൽ ടു DE. നമുക്ക് ആ രണ്ട് ഇക്വേഷൻസും കൂടെ ഇക്വേറ്റ് ചെയ്തൂടെ? LHS ഈക്വൽ ആണ്. RHS എന്താവണം? ഈക്വൽ ആവണം. സോ 60 മൈനസ് എക്സ് ഈക്വൽ ടു 20 √3. ഈ എക്സ് ഇനി എപ്പുറത്ത് കൊണ്ടുവന്ന് 20 √3 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോവാം. എക്സ് ഈക്വൽ ടു 60 മൈനസ് 20 √3 എന്ന് വരും. ഇനി √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. 60 മൈനസ് 20 ഇൻറ്റു 1.73 വരും. 20 ഇൻറ്റു 1.73 34.6 എന്നാണ് കിട്ടുന്നത്. സോ 60 മൈനസ് 34.6 25.4 മീറ്റർ. ആ ടവറിൻ്റെ ലെങ്ത്, ടവറിൻ്റെ ഹൈറ്റ് ആണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തേക്കുന്നത് അല്ലേ? അത് എക്സ് എന്തെന്ന് കിട്ടി? 25.4 മീറ്റർ എന്ന് കിട്ടി. ആ ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 25.4 മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. An observer 1.5 meter tall is 28.5 meter away from a chimney. The angle of elevation of the top of the chimney from her eyes is 45 degree. What is the height of the chimney? ഒരു ചിമ്നി ഉണ്ട്. ആ ചിമ്നിയിൽ നിന്ന് 28.5 മീറ്റർ അകലെ ഒരാൾ നിൽപ്പുണ്ട്. 28.5 മീറ്റർ. ഇവിടെ നിൽക്കുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലേ. സോ നമ്മൾ അത് വരയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം മാർക്ക് ചെയ്യണം. 1.5 മീറ്റർ ആണ്. ഇനി ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ വരയ്ക്കും. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 1.5 മീറ്റർ ആയിരിക്കുമല്ലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദി ചിമ്നി ഫ്രം ഹെർ ഐസ് ഈസ് 45 ഡിഗ്രി. ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചിമ്നിയുടെ ടോപ്പിലോട്ട് നോക്കുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര? 45 ഡിഗ്രി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫിഗർ. ABCDE. ഇനി നിങ്ങൾ നോക്കേ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഏതാ? AED എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് 45 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? 45 ആയിരിക്കത്തില്ല. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? സോ ഈ ലെങ്ത് തന്നെ ആയിരിക്കും ഈ ലെങ്ത്തും. മനസ്സിലായോ? DE ഈക്വൽ ടു AE ആയിരിക്കും. DEയുടെ ലെങ്ത് നമുക്കറിയാം. എന്താ? 28.5. സോ അത് തന്നെ ആയിരിക്കത്തില്ലേ ഇവിടെ? 28.5 മീറ്റർ. ചിമ്നിയുടെ ഹൈറ്റ് നമുക്ക് കിട്ടി.
ഈ 28.5ൻ്റെ കൂടെ ഈ 1.5 ഇവിടെ ആഡ് ചെയ്യണം. അത് ഈ ആളിൻ്റെ ഹൈറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ, 28.5 പ്ലസ് 1.5 AB ഈക്വൽ ടു എത്ര കൂട്ടുമ്പോൾ കിട്ടുന്നേ 30 മീറ്റർ. ആ ചിമ്മിനിയുടെ ഹൈറ്റ് എന്താണ്, 30 മീറ്റർ ആണ്. സിമ്പിളായിട്ട് കിട്ടും നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, A 1.5 meter tall boy is standing at some distance from a 30-meter tall building. The angle of elevation from his eyes to the top of the building increases from 30 degree to 60 degree as he walks towards the building. Find the distance he walked. ഇവിടെ ഒരു 30 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന് കുറച്ച് ദൂരത്തായിട്ടൊരു ബോയ് നിൽപ്പുണ്ട്. ബോയുടെ ഹൈറ്റ് എന്താണ്, 1.5 മീറ്റർ ആണ്. നമ്മൾ പ്രത്യേകം ഡിനോട്ട് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 1.5 മീറ്റർ ആയിരിക്കും ഇവിടുന്ന് ഇവിടം വരെ. AB എന്ന് കൊടുക്കുന്നു, ഇത് CD ആൻഡ് ദിസ് ഇസ് E. മൊത്തത്തിലാണ് 30 മീറ്റർ അല്ലേ. ഇവിടെ നിന്ന് ഇവിടം വരെ 1.5 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് B എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, BE ഈക്വൽ ടു 30 മൈനസ് 1.5 ദാറ്റ് ഈസ് 28.5 ആയിരിക്കും. ബിയുടെ ലെങ്ത് എന്താണ്, 28.5 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളേ, ഇവിടെ നിന്നുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് നോക്കുന്നതിനുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര, 30 ഡിഗ്രി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ അടുത്തോട്ട് നടക്കുന്നുണ്ട്. അടുത്തോട്ട് നടത്തിയിട്ട് ഈ ഒരു പോയിന്റിലെത്തി. ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് നോക്കുന്നു. ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്, 60 ഡിഗ്രി ആണ്. ഞാൻ FG എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്താ മനസ്സിലായി, ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് എത്ര, 30 മീറ്റർ ആണ്. ബിൽഡിങ്ങിന് കുറച്ച് അകലത്തിലായിട്ട് ഒരു ബോയ് നിൽപ്പുണ്ട്. ബോയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഈ ഒരു പോയിന്റ് ചെയ്യുന്നുണ്ട്, ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് നോക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ്. ഇനി ഈ ബിൽഡിങ്ങിന്റെ അടുത്തോട്ട് കുറച്ച് ദൂരം നടക്കുന്നു. ആ പോയിന്റിൽ നിന്നുകൊണ്ട് വീണ്ടും ബിൽഡിങ്ങിന്റെ ടോപ്പ് നോക്കുന്നു. അന്നേരമുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, 60 ഡിഗ്രി ആണ്. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ കുട്ടി നടന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് CF എത്ര ആണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, ഒന്ന് DEB അല്ലെങ്കിൽ BDE, പിന്നെന്താ BGE. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആദ്യമേ tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ. സോ BE ബൈ DE. 30യുടെ ഓപ്പോസിറ്റ് BE ആണ്, അഡ്ജസൻറ്റ് സൈഡ് DE ആണ്. tan 30യുടെ വാല്യൂ എന്താ, 1/√3 ഈക്വൽ ടു ബിയുടെ ഹൈറ്റ് നമുക്കറിയാമല്ലോ. ബി ലെങ്ത് എത്ര, 28.5. എന്തുകൊണ്ട് ഈ 28.5 എടുത്ത കാരണം, ഈ 1.5 നമ്മളവിടെ മൈനസ് ചെയ്യണം. ബാക്കി എന്തേ ഉള്ളൂ, 30ന്ന് 1.5 പോയി കഴിഞ്ഞാൽ 28.5 ഉള്ളൂ. സോ 28.5 ബൈ DE. ഡിയുടെ ലെങ്ത് നമുക്കറിയില്ലല്ലോ, സോ DE തന്നെ കൊടുക്കുക. DE ഈക്വൽ ടു 28.5√3 എന്ന് വരും. ക്രോസ് ചെയ്തേക്കുക. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ട്രയാങ്കിൾ tan 60. tan 30 ഇപ്പോൾ എടുത്തില്ലേ, tan 60. tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് തന്നെ, BE ബൈ GE. tan 60യുടെ വാല്യൂ എന്താ, √3 ആണ്. ബിയുടെ ലെങ്ത് നമുക്കറിയാം, 28.5 ബൈ GE. സോ GE ഈക്വൽ ടു 28.5 ബൈ √3 എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വന്നിട്ടുണ്ട്, √3 വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, മുകളിലും താഴെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 28.5 ഇൻറ്റു √3 ബൈ √3 ഇൻറ്റു √3 എന്താ വരുന്നത്, 28.5 √3 ബൈ 3 എന്ന് വരും. ആൻസർ എന്താ വരുന്നത്, 28.5 ബൈ 3 എന്താ, 9.5 ആണ് കേട്ടോ. സോ 9.5 √3. ജി എന്ന് പറയുന്നത് എന്ത് കിട്ടി, 9.5 √3യും ഡി എന്ത് കിട്ടി, 28.5 √3. നമുക്ക് വേണ്ട ഏത് ഡിസ്റ്റൻസാ, CF അല്ലെങ്കിൽ DG. രണ്ട് ഈക്വൽ അല്ലേ, ഇത് രണ്ടും എന്താ, ഇത് റെക്റ്റാങ്കിൾ അല്ലേ. സോ CF ഈക്വൽ ടു DG ആയിരിക്കും. നമുക്ക് DGയുടെ ലെങ്ത് അല്ലേ വേണ്ട, ആ കുട്ടി നടന്ന ദൂരം അല്ലേ വേണ്ടേ.
സോ ഡി ജി ഈക്വൽ ടു ഡി ഇ മൈനസ് ജി. ഡി ഇ എന്താണ്? 28.5√3 മൈനസ് ജി ഇ എന്താണ്? 9.5√3. 28.5√3 9.5√3 പോയാൽ എന്ത് കിട്ടും? 28.5 മൈനസ് 9.5 19. സോ 19√3. ഇനി എന്ത് ചെയ്യണം? √3യുടെ വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.73. ആൻസർ എന്ത് വരും? 32.87 മീറ്റർ. എത്ര ദൂരമാണ് നടന്നേ? 32.87 മീറ്റർ ആണ് നടന്നത്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഇനി കൂടുതൽ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ആഡ് ചെയ്യാം. ഓക്കെ.